നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 24 വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്, ഇടവം 25 ബുധനാഴ്ചയുടെ തുടക്കമാണ്, വർക്കിംഗ് വീക്കിന്റെ തുടക്കമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ്. മഴയും തണുപ്പും മടിയൊക്കെ പിടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിലെങ്കിൽ പോലും. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ വടക്കൻ കേരളത്തിലാണ് ശക്തമായി മഴ പെയ്യാനുള്ള ഓറഞ്ച്, അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടുള്ളത്. പലയിടത്തും പുലർച്ചെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടെന്നറിയാം. പക്ഷേ വാർത്തകളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരുപാട് അപ്ഡേറ്റ്സ് വരാനിരിക്കുന്ന ദിവസമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയെന്നത് വലിയ ആകാംക്ഷയാണ്. വലിയ വിവാദത്തിന്, വലിയ അന്വേഷണങ്ങൾക്കും ശേഷം എന്താണ് അതിൽ SIT കണ്ടെത്തിയിരിക്കുന്നതെന്നത് നിർണായകമാണ്. ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുന്നു. വലിയ ഭിന്നതകൾക്കിടയിലാണ് നടക്കുന്നത്. ആരൊക്കെ ഇനി ആ സഖ്യത്തിൽ തുടരും, ഇന്നിനി ആരെങ്കിലും പുതുതായി ആ സഖ്യത്തിൽ നിന്ന് മാറുന്നുണ്ട്, ഇതൊക്കെ കണ്ടറിയേണ്ടതാണ്. CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നലെയായിരുന്നു പുനഃപരീക്ഷയ്ക്കുള്ള പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ അവസാനിച്ച സമയം. പക്ഷേ അവസാനിച്ചു. സമയം അപേക്ഷിക്കാനുള്ള അവസാന സമയം ഇന്നലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തീയതി ഇന്നലെ ആയിരുന്നെങ്കിലും പരാതികൾ ഇപ്പോഴും തീരാതെ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം മഴയിൽ നിന്ന് തുടങ്ങാം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ വിവരങ്ങളുമായി ചേരുന്നു. അജ്മൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നല്ല മഴയിൽ തണുത്ത പ്രഭാതമാണ്. അജ്മൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ മഴയുണ്ടെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം മഴ തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്നുണ്ട്? ഒപ്പം മറ്റ് ജില്ലകളിലെ മഴ മുന്നറിയിപ്പ് എങ്ങനെ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെമ്പാടും കാലവർഷം ശക്തമായി തന്നെ തുടരുകയാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്ന് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്നിപ്പോൾ നിലവിൽ 14 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിൽ വടക്കൻ ജില്ലകളിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ഈ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നും അവിടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകം പൊതുജനങ്ങൾ പാലിക്കണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുണ്ട്. കേരളത്തിലെ ബാക്കി 11 ജില്ലകളിലും യെല്ലോ അലർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ജില്ലകളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇതിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 മണിക്കൂർ മാത്രം ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മഞ്ഞ അലർട്ടിൽ നിന്ന് 3 മണിക്കൂറത്തേക്ക് ഓറഞ്ച് അലർട്ടിലേക്ക് ഈ 7 ജില്ലകളിൽ മാറ്റിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏതായാലും ഈ ജില്ലകളിലുള്ളവരും, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലുള്ളവരും, ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലുള്ളവരും ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ, ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ മുന്നറിയിപ്പുകൾ പാലിച്ച് ക്യാമ്പുകളിലേക്ക് മാറണം. അടച്ചുറപ്പുള്ള വീടുകളിലല്ല താമസിക്കുന്ന എന്നുള്ളവർ ക്യാമ്പുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി അങ്ങോട്ട് മാറണമെന്നുമൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊന്മുടി എക്കോ ടൂറിസം മേഖലയൊക്കെ ഇപ്പോൾ അടുത്ത ഒരു അറിയിപ്പുണ്ടാകുന്നത് വരേക്കും അടച്ചുകൊണ്ടുള്ള നിർദ്ദേശവും ഉത്തരവും ഒക്കെ ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടാണ് ഈ പൊന്മുടി എക്കോ ടൂറിസം അടക്കം അടച്ചത്. അതോടൊപ്പം തന്നെ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ, തിയറി പരീക്ഷകളൊക്കെ അടുത്തൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്ന ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും അനിശ്ചിതകാലമായി നീണ്ടു പോവില്ല. അടുത്ത തീയതി എന്നാണെന്നുള്ളത് സർവകലാശാലയുടെ വെബ്സൈറ്റ് വഴി അറിയിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കാലവർഷം ശക്തമാകുന്നതിന്റെ സംസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ മഴ തുടരുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് പ്രത്യേകിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പും തുടരുകയാണ്. പ്രഭിത ഗോകുൽ. ശരി, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെയാണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. KTUവിന് കീഴിലുള്ള കോളേജുകളിലും ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. മറ്റവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രേക്ഷകർ പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ഇതുവരെയും ഒരു ജില്ലയിലും അങ്ങനെ അവധി പറഞ്ഞിട്ടില്ല. പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു KTU.
ഇനി നമുക്ക് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം. ബാലിസ്റ്റിക് മിസൈൽ ആക്രമിച്ചതിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിലിലെ വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. അതിനിടെ സമാധാന കരാർ യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമേ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു കനത്ത ആക്രമണം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുകയാണ്. ഈ ചർച്ചകളാകെ വഴിമുട്ടി നിൽക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിലടക്കം ഇറാനോട് നിബന്ധനകൾ വെച്ചതാണ് അമേരിക്ക. അപ്പോഴാണ് ബാലിസ്റ്റിക് മിസൈൽ തന്നെ ഇസ്രായേലിലേക്ക് പ്രയോഗിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. അത് മാത്രമല്ല, ഈ ഇറാന്റെ ആസ്തികളുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള തർക്കങ്ങളും അത് മൂർച്ഛിക്കുകയാണ്. യുദ്ധക്കെടുതികളുടെയൊക്കെ പേരിൽ ഇറാന്റെ ആസ്തികളൊക്കെ പിടിച്ചെടുത്ത് സഖ്യകക്ഷികൾക്ക് വിതരണം ചെയ്യുവാനായിട്ട് ഇന്നലെ സ്കോട്ട് ബസന്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഇപ്പം വളരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് കൂടാതാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടന്ന വ്യോമാക്രമണവും കഴിഞ്ഞ രാത്രി നടന്നത്. ഇറാൻ പറയുന്നത് ഇറാന്റെ ഔദ്യോഗിക ആസ്തികൾ അമേരിക്കയുടെ യുദ്ധം മുതലല്ല, അവരുടെ സഖ്യകക്ഷികൾക്കൊക്കെ വിതരണം ചെയ്യുവാൻ ഇത് അമേരിക്കയുടെ ഫണ്ടല്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ അതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ വലിയ ലംഘനമാണ്. അമേരിക്ക ഇതിന് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു അഭിമുഖം നടത്തിയായിരുന്നു. ഇറാനുമായി അന്തിമ കരാറിൽ എത്തുന്നതിന് മുമ്പ് ഉപരോധം ഒന്നും പിൻവലിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ മുൻകൂറായി വിട്ടു നൽകില്ലെന്നുള്ള ഒരു കർശന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. NBC ന്യൂസിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മീറ്റ് ദി പ്രസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഈ നിലപാടുകൾ എടുത്തത്. അതുമാത്രമല്ല, ഇറാൻ മര്യാദയ്ക്ക് പെരുമാറുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ട്രംപിന്റെ കടുത്ത നിലപാടിന് ഒരുപക്ഷെ ഇന്നലെ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ഈ മിസൈൽ ആക്രമണം ഒരു കാരണമായിരിക്കാം. ഇത് കഴിഞ്ഞ ഏപ്രിൽ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നത് ഇതാദ്യമായിട്ടാണ്. ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് ഏതാണ്ട് 4 പ്രാവശ്യമായിട്ട് ഇസ്രായേൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണം നടത്തിയത്. അവിടെ ഈ റഫ ഇടനാഴിയും അതുപോലെ കരീം അബൂ സലീം ഇടനാഴിയും ഒക്കെ അടച്ചിരിക്കുകയാണ്. ഇറാന്റെ ഒരു അപ്രതീക്ഷിത പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വളരെ വലിയ തോതിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ചില ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ ഒരു പ്രതികാര നടപടിയായിരുന്നു ഇറാന്റെ ഇന്നലെ രാത്രിയിലത്തെ ആക്രമണം. ഗോകുൽ, പ്രവിത. ശരി, അതാണ് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രതികരണം ഇനി എങ്ങനെയാകും? അത് കൂടുതൽ കടുത്ത നടപടികളിലേക്കൊക്കെ ഇസ്രായേൽ കടക്കുമോ എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തുണ്ടായി. ഫലത്തിൽ സമാധാന കരാർ എന്നത് വീണ്ടും അകലെയാവുന്നു. സമാധാനം ഉണ്ടാകുന്നില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയം അവസാനിച്ചു. ഇന്നലെ രാത്രി 11:59 വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ കാരണം അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നറിയിച്ച നിരവധി വിദ്യാർത്ഥികൾ CBSEയുടെ സമൂഹമാധ്യമ പോസ്റ്റിന് താഴെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. CBSE വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ കുറച്ച് നാളുകളായി അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ CBSE അത് പരിഹരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പരാതി ഉയരുകയാണല്ലോ. ഇന്നലത്തെ ഈ പരാതി ഇനി എങ്ങനെ നേരിടാനാണ് CBSE തീരുമാനിച്ചിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. CBSEയുടെ പുനർമൂല്യനിർണയത്തിനുള്ള സമയപരിധി അവസാനിച്ച ഘട്ടത്തിലും വിദ്യാർത്ഥികളുടെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. നിരവധി പേർ ഈ CBSEയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കമന്റായി തങ്ങൾക്ക് ഈ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ടതായും ഉള്ള പരാതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ അപേക്ഷ പുനർമൂല്യനിർണയത്തിനായുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ രാത്രി 11:59 അവസാനിച്ചിരിക്കുന്നു ഔദ്യോഗികമായി.
എന്തായാലും ഇത് ഒരു പരാതിയായി തന്നെ അറിയിക്കാനുള്ള നിർദ്ദേശമാണ് CBSEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഇന്ന് ഈ കാര്യത്തിൽ കൂടിയാലോചന നടത്തി സമയപരിധി നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ CBSE പരിഗണിക്കുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഈ പുനർമൂല്യനിർണ്ണയത്തിന്റെ വെബ്സൈറ്റ് ഒരു ദിവസം വൈകിയാണ് ആരംഭിച്ചതെങ്കിലും പിന്നീടും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് CBSE തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അത്തരത്തിലുള്ള സൈബർ ആക്രമണമാണോ ഇതിന് കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുക. ഈ പുനർമൂല്യനിർണ്ണയ വെബ്സൈറ്റ് തുറക്കുന്നത് പോലും ഒരു ദിവസം വൈകിയത് സൈബർ ആക്രമണങ്ങളെ തുടർന്നായിരുന്നു എന്ന് CBSE പിന്നീട് വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. IIT മദ്രാസിലെയും IIT കാൺപൂരിലെയും പ്രത്യേക സംഘങ്ങൾ അടങ്ങുന്ന സൈബർ സംഘം ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് CBSE വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പുനർമൂല്യനിർണ്ണയത്തിലെ മുഴുവൻ വിവരങ്ങളും അല്ലെങ്കിൽ അപേക്ഷകൾ പൂർത്തിയായ ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ, മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുക. അതിനാവശ്യമായുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായാണ് CBSE അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രവിധ, അങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ടും CBSEയുടെ പരീക്ഷണം അവസാനിക്കുന്നില്ല. വിദ്യാർത്ഥികളോട് ഇപ്പോഴും അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല വഴിക്ക്. ആദ്യം അത് മൂല്യനിർണ്ണയത്തിൻ്റെ രൂപത്തിൽ, പിന്നീട് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷിക്കാനുള്ള വലിയ കടമ്പ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ CBSE വിദ്യാർത്ഥികളെ പരീക്ഷിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കോഴിക്കോട് താമരശ്ശേരി പൂനൂരിൽ മധ്യവയസ്കന് വെട്ടേറ്റു. പൂനൂർ കക്കാട്ടുമ്മൽ അബ്ദുൾ മജീദിനാണ് വെട്ടേറ്റത്. പ്രസാദ് എന്നയാളാണ് പരുക്കേൽപ്പിച്ചതെന്നും മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നുമാണ് മജീദ് പറയുന്നത്. ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ദിലിഷ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? മജീദിന് സാരമായ പരിക്കുണ്ടോ? ഗോകുൽ, പ്രവിധ, ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോട് കൂടിയാണ് പൂനൂരിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. പൂനൂർ സ്വദേശിയായിട്ടുള്ള കക്കാട്ടുമ്മൽ മജീദിനാണ് വെട്ടേറ്റിരിക്കുന്നത്. തനിക്ക് മുൻപരിചയമുള്ള പ്രസാദ് എന്ന വ്യക്തിയാണ് തന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് എന്നാണ് മജീദ് പറയുന്നത്. അതായത് ഇന്നലെ ഏകദേശം 11 മണിക്ക് ഈ മജീദിനോട് ഈ പ്രസാദിന് നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നെന്നും നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പറഞ്ഞു പരിഹരിക്കാമെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നുമാണ് മജീദ് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രസാദിന്റെ കൂടെ പ്രകാശൻ എന്ന വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ഇരുവരും കൂടി മജീദിനെ പെരിങ്ങളം വയലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അവിടെ വച്ച് മദ്യം നൽകിയ ശേഷം കഴുത്തിന് നേരെ കത്തി വീശുകയായിരുന്നു എന്നാണ് മജീദ് പറയുന്നത്. അത് തടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൈമുട്ടിന് മുറിവേറ്റത്. കൈമുട്ടിന് ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ഈ രക്തം വാർന്നു നിൽക്കുന്ന മജീദിനെ നാട്ടുകാരും അതുപോലെ ഒരു ഓട്ടോക്കാരനും ചേർന്നിട്ടാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയത്. ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മജീദ് എന്തായാലും ഇന്ന് തന്നെ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകും എന്നാണ് അറിയിക്കുന്നത്. ശരി, കോഴിക്കോട് പൂനൂരിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. മധ്യവയസ്കനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമിച്ചയാളെ അറിയാം, മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു ഇയാൾക്ക് തന്നോടെന്നാണ് മജീദ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടും തിരുത്തൽ രേഖയ്ക്കും അംഗീകാരം നൽകാനുള്ള CPM സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരും. പരാജയത്തിന്റെ ഉത്തരവാദികൾ വ്യക്തികൾ അല്ല എന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ചകൾ ആവർത്തിച്ചിരുന്നു. പരാജയത്തിൽ കൂട്ടായ ഉത്തരവാദിത്തമെന്നും ഏതെങ്കിലും ഒരാളുടെ മാത്രം വീഴ്ചയല്ല പരാജയത്തിന് കാരണമെന്നുമാണ് വിലയിരുത്തൽ. അജ്മൽ ദിറാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, 2 ദിവസം നീണ്ട വിശദമായ ചർച്ചയാണ്. ഇന്നുകൂടി ചർച്ചകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിനുശേഷം ഈ ഏരിയ തരം വരെ ഉള്ള ചർച്ചകളുടെ വിശദമായ റിപ്പോർട്ടിംഗ് നടന്നതാണ്. കുറേ തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായി വരുന്ന തിരുത്തൽ അതെങ്ങനെയാവുമെന്ന് ഇന്ന് പറഞ്ഞേക്കും. ഒരു പ്ലീനത്തിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ടല്ലോ. ഗോകുൽ, പ്രഭിത, ഈ സൂചിപ്പിച്ചതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഒരു കനത്ത പരാജയമുണ്ടായിരുന്നു. ആ പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിലെ പാർട്ടി ബന്ധുക്കളും പാർട്ടി അണികളും പതിയെ ശബ്ദം താഴ്ത്തി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പാർട്ടിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നടപടികൾ ജനങ്ങൾക്കിടയിൽ വിരുദ്ധ വോട്ടുകൾ ഉണ്ടാക്കാൻ കാരണമായി. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. യഥാർത്ഥത്തിൽ ഈ പാർട്ടി സഖാക്കളും പാർട്ടി അനുഭാവികളും പറഞ്ഞിരുന്ന ഈ വിമർശനത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാകെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സാഹചര്യമാണ് ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ആ സെക്രട്ടേറിയറ്റിലെ പ്രധാന
പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ കീഴ്ഘടകങ്ങളിൽ നിന്നും ഉയർന്നു വന്ന പാർട്ടി പരാജയത്തിൻ്റെ കാരണങ്ങളെ ശക്തമായി വിലയിരുത്തി വിമർശനാത്മകമായി അവയെ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ആ ഉയർന്നു വന്ന വിമർശനങ്ങളെ ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ടാക്കിയ ശേഷമാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസവും തുടർച്ചയായി 2 ദിവസം ചേർന്ന ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അത് ചർച്ച ചെയ്തത്. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പാർട്ടി ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ വിമർശനങ്ങൾ സ്വയം വിമർശനമായി കണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇന്നും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേരും. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഇന്നും തുടരുന്നുണ്ട്. അതിൽ ഈ വിമർശനങ്ങൾ ഇന്നലെ ഉയർന്നു വന്ന വിമർശനങ്ങളുടെ തുടർച്ച എന്നോളം കൂടുതൽ പരാജയ കാരണങ്ങളിലേക്ക് പാർട്ടി കടന്നേക്കും. ഇന്നലെ പാർട്ടി വിലയിരുത്തിയ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലൊന്ന് നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കുണ്ടായ പരാജയത്തിന്റെ പ്രധാന കാരണം പാർട്ടിയുടെ ഈ വോട്ട് ബാങ്കുകളിൽ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി. 10 വർഷം പാർട്ടി സ്വീകരിച്ച ചില നടപടികൾ പാർട്ടി ബന്ധുക്കളായിരുന്നവർ പരമ്പരാഗതമായി പാർട്ടിക്ക് വോട്ട് ചെയ്തവർ, അതിൽ ഭൂരിപക്ഷ സമുദായത്തിലുള്ളവരുണ്ട്, ന്യൂനപക്ഷ സമുദായത്തിലുള്ളവരുണ്ട്, പരമ്പരാഗതമായി പാർട്ടിക്കൊപ്പം നിന്ന സമുദായങ്ങളുണ്ട്. അവരുടെ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാൻ കാരണമായി. രണ്ടാമതായി പാർട്ടി വിലയിരുത്തിയത് പാർട്ടിയുടെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനമാകെ മുരടിച്ചു പോയി എന്നുള്ളതാണ്. പാർട്ടിയുടെ താഴെത്തട്ടിലേക്കുള്ള സംഘടനാ സംവിധാനമാകെ ഈ ഭരണത്തിന്റെ തണലേറ്റ് നിന്ന സമയത്ത് മുരടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പാർട്ടിയിൽ അധികാരം കിട്ടിയതിനു ശേഷം അംഗത്വമെടുത്തവരാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും. അതിൽ ദലിത്, ന്യൂനപക്ഷ, പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കുറവാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ഗൗരവമായി വിലയിരുത്തിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാർട്ടിയുടെ ബഹുജന അടിത്തറയിൽ വന്ന തകർച്ചയാണ്. അതിന്റെ ബലം കൂടിയാണ് BJPക്ക് ലഭിച്ച 3 സീറ്റുകൾ എന്നുള്ളത്. അതുകൂടാതെ നിരവധി ഇടങ്ങളിൽ അവർ 2ാം സ്ഥാനത്തെത്തിയതും CPM എന്ന് പോലെയുള്ള ഒരു ഇടതുപക്ഷ പാർട്ടി അതിഗൗരവമായി തന്നെ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ വെച്ചായിരിക്കും പാർട്ടിയുടെ തുടർ നടപടികൾ എന്നുള്ളതിൽ സംശയം വേണ്ട. പക്ഷേ അങ്ങനെ വരുമ്പോഴും പാർട്ടിയുടെ ബ്രാഞ്ച് തലങ്ങൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ കമ്മിറ്റികളിലും രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായ നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നടപടികളും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നടപടികളെയും പാർട്ടി പക്ഷേ തള്ളിക്കളയുകയാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് പാർട്ടി പരാജയത്തെ കേന്ദ്രീകരിക്കലല്ല, മറിച്ച് പാർട്ടിക്കുണ്ടായ പരാജയം കൂട്ടുത്തരവാദിത്തമായി കണ്ട് ഒരു പ്ലീനം വിളിച്ചു ചേർത്ത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലേക്ക് ഒരു പ്ലീനം വിളിച്ചു ചേർത്ത് അവിടെ ചർച്ച ചെയ്ത് തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് നിലവിൽ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്. ഏതായാലും അത്തരത്തിൽ തന്നെ CPM-നെ പോലൊരു പാർട്ടി മുന്നോട്ട് പോകുമെന്നും ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അത്തരം ഒരു ചർച്ചകൾ തന്നെ കൂടുതലായി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാൻ പോകും. ശരി, ഈ ചർച്ചകളുടെ ആകത്തുകയായി ഇനി എന്താണ് തിരുത്തൽ രേഖ CPM മുന്നോട്ട് വെക്കുക, അണികൾക്ക് പാർട്ടി അംഗങ്ങൾക്ക് മുന്നിൽ വെക്കുക എന്നതാണ് ആകാംക്ഷ. അത് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം അത്തരത്തിലൊരു രേഖയിലേക്ക് ഒരുപക്ഷെ പ്ലീനം വിളിക്കുന്ന കാര്യത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ ഇന്ന് പോയേക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കോടതി അറിയിക്കും. ലാൽ കൃഷ്ണയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടിന്റെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പാളികൾ അപ്പാടെ മാറ്റിയില്ല, അതിലെ സ്വർണം മാത്രമാണ്, പൊതിഞ്ഞ സ്വർണം മാറ്റി കുറച്ച് സ്വർണം പൂശി എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് വന്നത്. എത്ര അളവിൽ എത്ര സ്വർണം മാറ്റി എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കൊക്കെ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് ഇന്ന് കോടതിയിലെത്തുമോ? ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് പ്രീത. നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് തന്നെ ഇത്തരത്തിൽ അന്തിമമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അടങ്ങുന്ന ഒരു റിപ്പോർട്ടായിരിക്കും SIT ഇന്ന് കോടതിയിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് അനുവദിച്ച സമയം കോടതി നീട്ടി നൽകിയതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ജംഷഡ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നാഷണൽ ലാബിൽ നിന്ന് ഇതിൻ്റെ ഫലം വരാൻ വൈകിയതാണ്. 36-ലേറെ സാമ്പിളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT തന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തോതിൽ ഏതെല്ലാം അളവിൽ മോഷണം നടന്നിട്ടുണ്ട്, അതിൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അറിയാൻ കഴിയൂ എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്താനും SITക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങളടങ്ങിയ വിശദമായ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കേസിൽ വളരെ നിർണായകമാകുന്ന ഒന്നുകൂടിയായിരിക്കും ഇന്ന് SIT സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെല്ലാം ഏതെല്ലാം തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITക്ക് പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയുന്നതും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്ത്രിയുടെ ജാമ്യഹർജിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവും SIT വീണ്ടും ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഉന്നയിക്കും. പ്രധാനമായിട്ടും
ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട് എന്നതിന് തെളിവായിട്ടുള്ള ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഡിജിറ്റൽ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വ്യക്തിയായി തന്ത്രിയെ കാണാൻ കഴിയില്ല എന്ന നിലപാടുമാണ് SITക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്ന കാര്യം കൂടി നിർണായകമാണ്. പ്രത്യേകിച്ച് 2 കേസുകളിലാണ് തന്ത്രിക്ക് നിലവിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി കേസിന്റെ ഗതിവിഗതിക്ക് തന്നെ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും നിർണായകമായ റിപ്പോർട്ടാണ് ഇന്ന് വരാനിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും ഹൈക്കോടതി ബെഞ്ചിന്റെ തീരുമാനം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും ഫൈൻഡിങ്സ്, അതിൽ നിന്ന് പുറത്തു വരുന്ന പരാമർശങ്ങൾ, വിധി, ഉത്തരവും ഒക്കെ ഏറെ രാഷ്ട്രീയ ശ്രദ്ധ കൂടി നേടുന്നതായിരിക്കും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മെമ്മറി കാർഡ് ചോർന്നതിലും പുനരന്വേഷണം വേണമെന്ന് അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീംകോടതി അഭിഭാഷക വൃന്ദ ഗ്രോവർ ഹാജരാകും. കേസിൽ 1-ാം പ്രതി പൾസർ സുനി അടക്കം 6 പേരെ 20 വർഷം വിചാരണ കോടതി കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. 8-ാം പ്രതി നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഏറെ വിവാദമായ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണം. ആ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. താൻ നിരപരാധിയാണെന്നും ജാമ്യം അനുവദിക്കണം എന്നും ആണ് പ്രതിയുടെ ആവശ്യം. കേസ് കെട്ടിച്ചമച്ചതെന്നും ആരോപണമുണ്ട്. ജാമ്യത്തെ എതിർത്തുള്ള സർക്കാർ വാദം ഇന്ന് നടക്കും. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികളോട് ക്രൂരമായ പെരുമാറ്റമാണെന്ന് കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കോടതിയലക്ഷ്യയ്ക്ക് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചേക്കും. സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് കാണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ ഉത്തരവിനെതിരെയാണ് മുഹമ്മദ് ഹനീഷ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ R ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI അനുമതി ആരാഞ്ഞ് നൽകിയ അപേക്ഷയിൽ നേരത്തെ ഉചിതമായ തീരുമാനമെടുക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അപേക്ഷ 3 വട്ടം തള്ളിയ വ്യവസായ വകുപ്പ് നടപടിക്കെതിരായാണ് കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. പരാതിക്കാരനായ മനോജ് കടകംപള്ളി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയത്. അത് കേരള തീരത്തോട് ചേർന്നായിരുന്നു. എന്തായാലും ആ വിദേശ ചരക്ക് കപ്പലിലെ 7 വിദേശ ജീവനക്കാർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിനെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം നീണ്ടുപോകുന്നതിലാണ് അതൃപ്തി രേഖപ്പെടുത്തിയത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് നാവികരുടെ ഹർജി പരിഗണിക്കുക. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ശക്തമാക്കിയ പ്രത്യേക അന്വേഷണ സംഘം DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെ 3 പേരെ കൂടി ചോദ്യം ചെയ്യും. വ്യാജ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ച പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ എന്നീ ഇടതനുകൂല ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയും ചോദ്യം ചെയ്യും. സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്ത വടകര സ്ക്വാഡ് ഗ്രൂപ്പിന്റെ അഡ്മിനും DYFI നേതാവുമായ ജിതിൻ ഭാസ്കറുടെ ഫോൺ SIT ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ ചോദ്യം ചെയ്യലിൽ കാഫിർ സ്ക്രീൻഷോട്ട് തനിക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് അറിയില്ലെന്നായിരുന്നു ജിതിൻ ഭാസ്കറുടെ മൊഴി. വടകര സ്ക്വാഡ് ഗ്രൂപ്പിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് പ്രചരിച്ചതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ ഗ്രൂപ്പ് അഡ്മിന്മാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ബെന്നി തോമസിന്റെ രാജിക്ക് പിന്നാലെ ബന്ധുനിയമന വിവാദത്തിൽ നിന്ന് തലയൂരാനാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ കോൺഗ്രസ്. KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫിലേക്ക് സഹോദരി ഭർത്താവിനെ നിയമിച്ചതിൽ കോൺഗ്രസും UDFും ഒരേപോലെ പ്രതിരോധത്തിലായിരുന്നു. വിഷയം പ്രതിപക്ഷവും മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നത് കണക്കിലെടുത്താണ് ബെന്നി തോമസിന്റെ രാജി. സണ്ണി ജോസഫ് തന്നെ ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ബെന്നി തോമസിന്റെ രാജി പ്രതിപക്ഷം ഉയർത്തിയ വാദങ്ങൾ ശരിവെക്കുന്നതെന്ന് പ്രതിപക്ഷവും അവകാശപ്പെടുന്നു. കേരളത്തിലെ ലഹരിയുടെ വേരറുക്കുകയെന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് സംസ്ഥാന വ്യാപകമായി തുടരുകയാണ്. സ്പെഷ്യൽ ഡ്രൈവിൽ കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 270 കേസുകളാണ്. 296 പേർ അറസ്റ്റിലായെന്നും ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തുന്ന നടപടികളിലേക്കും പോലീസ് കടന്നേക്കും. നിർണായക ഇന്ത്യ സഖ്യയോഗം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹിയിൽ ചേരും.
23 പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസിനെതിരെ വലിയ അതൃപ്തി സഖ്യകക്ഷികൾക്കിടയിൽ ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പിനും യോഗം നിർണായകമാണ്. ബൽറാം നെടുങ്കാണി ചേരുകയാണ് വിവരങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ദിവസം ബ്ലോക്ക് മാറിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടികൾ മുന്നോട്ട് വന്നിരുന്നു. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യം ഇന്ത്യ സഖ്യത്തിനിടയിൽ ഉണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ഈ യോഗം ഏറെ നിർണായകമാണ്. 23 പാർട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എപ്പോഴാണ് യോഗം? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. ഏറെ നിർണായകമായ യോഗമാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗമാണ് ഇന്ന് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. ഈ യോഗത്തിന്റെ പശ്ചാത്തലം എന്നുള്ളത് ഇക്കഴിഞ്ഞ 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കിടെ പ്രധാനമായ ഒരു നടപടി ഉണ്ടായത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്, CPM, DMK എന്നീ 3 പാർട്ടികൾക്ക് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യ പാർട്ടികൾ ആയിരുന്നു ഈ 3 പാർട്ടികളും എന്നുള്ളതാണ്. ഇതിൽ ഈ 3 പാർട്ടികൾക്കും കോൺഗ്രസിനോട് വലിയ എതിർപ്പ് ഉണ്ടായിരിക്കുന്നു. ഈ 3-ൽ 2 പാർട്ടികൾക്കും കോൺഗ്രസിനോട് കടുത്ത എതിർപ്പുണ്ടാകാൻ ഇത് ഇടയാക്കിയിരിക്കുന്നു. കേരളത്തിൽ CPM-ന് ഏറ്റ പരാജയം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേരളത്തിലെത്തി പിണറായി വിജയനെതിരെ വ്യക്തിപരമായി പോലും ആരോപണങ്ങൾ ഉന്നയിച്ചത്, CPM-ന് BJP-യുമായി ഡീലുണ്ട് എന്ന ആരോപണം തുടങ്ങിയവ ഉന്നയിച്ചതാണ് ഇടത് പാർട്ടികൾക്ക് അതൃപ്തിക്ക് കാരണമായത്. എങ്കിൽ DMK-യെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ശേഷം TVK പക്ഷത്തേക്ക് കോൺഗ്രസ് മാറിയതാണ് എതിർപ്പിന് ഇടയാക്കിയത്. DMK ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. കോൺഗ്രസുമായി വേദി പങ്കിടാൻ കഴിയില്ല എന്നും അത് തങ്ങളുടെ അണികൾ സഹിക്കില്ല എന്നുമാണ് DMK-യുടെ വിശദീകരണം. അതേസമയം ഇടത് പാർട്ടികൾ കഴിഞ്ഞ ദിവസം പോലും കൂടിയാലോചന നടത്തിയ ശേഷമാണ് യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. CPM-ന്റെ ഭാഗത്തു നിന്നും രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആയിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതേസമയം മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കടുത്ത എതിർപ്പുകളുണ്ട്. JMM-നെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് പിണക്കത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെങ്കിലും JMM യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശിവസേന അതേസമയം ഓൺലൈനായി മാത്രമായിരിക്കും സഞ്ജയ് റോട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുക. NCP ശരത് പവാർ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും സുപ്രിയ സുലെ യോഗത്തിന് എത്തും എന്ന അവസാന നിമിഷമാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റു പാർട്ടികൾ എല്ലാവരും തന്നെ യോഗത്തിന് എത്തുന്നുണ്ട്. 20-ലധികം പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്തായാലും ഈ യോഗത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത് സഖ്യകക്ഷികൾ തങ്ങളുടെ അതൃപ്തി കൃത്യമായി തന്നെ ഈ യോഗത്തിൽ അറിയിക്കും എന്നുള്ളതാണ്. തുടർന്നുള്ള ഭാവി പരിപാടികൾ ഉൾപ്പെടെ തയ്യാറാക്കുക, ഒപ്പം തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ പുനഃക്രമീകരണം എന്നിവയാണ് ഈ യോഗത്തിന്റെ അജണ്ട. അത് എത്രത്തോളം ഇന്നത്തെ യോഗത്തിൽ സാധ്യമാകും എന്ന് അറിയേണ്ടതുണ്ട്. അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, അത് ഉത്തർപ്രദേശും പഞ്ചാബും അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി ഇന്ത്യ സഖ്യത്തെ വീണ്ടും പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ധാരണ ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇത് പരിഹരിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി ഇന്ത്യ സഖ്യം വീണ്ടും പൂർണ്ണ സജ്ജമാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിനായുള്ള ചർച്ചകളായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക. IAS ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് ചർച്ചയാകുന്ന നിർണായക സിവിൽ സർവീസ് ബോർഡ് മീറ്റിംഗ് ഇന്ന് രാവിലെ 10:30 ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറി എന്നിവരാണ് യോഗം ചേരുക. 2 വർഷം തികയും മുൻപ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ളവരെ സ്ഥലം മാറ്റണമെങ്കിൽ ബോർഡിന്റെ അനുമതി വേണം. ഡോക്ടർ B. അശോക്, N. പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ പുതിയ പോസ്റ്റിംഗ് ബോർഡിൽ ചർച്ചയാകും. സിവിൽ സർവീസ് ബോർഡ് യോഗത്തിന് ശേഷം IAS അഴിച്ചുപണി സംബന്ധിച്ച ഉത്തരവ്. വയനാട് കുടുംബശ്രീയിലെ അഴിമതി പുറത്തു വന്നതിന് പിന്നാലെ ജില്ലയിലെ 8 വൻധൻ വികാസ് കേന്ദ്രങ്ങളുടെയും മുൻവർഷങ്ങളിലെ ഫണ്ട് വിനിയോഗത്തിന്റെ കണക്കുകൾ പരിശോധിക്കും. സംസ്ഥാനത്തെ 44 കേന്ദ്രങ്ങളുടെയും പുരോഗതി റിപ്പോർട്ടുകളും പരിശോധിക്കും. 2021-23 കാലയളവിൽ ജില്ലയിലെ വൻധൻ വികാസ് പദ്ധതിയുടെ നടത്തിപ്പിനായി വകയിരുത്തിയ ഫണ്ടിൽ നിന്ന് നേരിട്ടുമല്ലാതെയും 50 ലക്ഷം രൂപ CPI നേതാക്കൾ ഉൾപ്പെട്ട 3 കുടുംബശ്രീ ജീവനക്കാർ കൈക്കലാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ പുറത്താക്കിയിരുന്നു. മറ്റൊരു വാർത്ത, ഡൽഹി RK പുരം അയ്യപ്പ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ അടക്കമുള്ള വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ക്ഷേത്ര ദർശനത്തിനു ശേഷമാണ് അമിത്ഷാ ശബരീശം എന്ന് പേരിട്ട കെട്ടിട സമുച്ചയം ഭക്തർക്ക് സമർപ്പിച്ചത്.
ആത്മീയ പ്രഭാഷണങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പുതിയ കെട്ടിടം വേദിയാകുമെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗം ബാംസുരി സ്വരാജും RK പുരം MLA അനിൽ ശർമ്മയും ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ഫുട്ബോൾ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഫുട്ബോളിലെ ജീവശ്വാസം പോലെ കാണുന്ന മലപ്പുറം ആവേശത്തിലാണ്. കേരള സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച വിളംബര റാലി നഗരത്തെ ഫുട്ബോൾ ലഹരിയിലാഴ്ത്തി. മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ മലപ്പുറത്തിന്റെ നിരത്തിൽ. ഫിഫ ലോകകപ്പ് ആവേശം കാൽപന്തിന്റെ നാടായ മലപ്പുറത്ത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രത്തോളം ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയും ജില്ലയിലെ ഫുട്ബോൾ ആരാധകർ. മലപ്പുറത്ത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്നൊരു ആഘോഷമാണ് മലപ്പുറത്ത്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറത്തെ ഭരണകർത്താക്കൾ, മലപ്പുറം നഗരസഭയും ആ ആഘോഷത്തിൽ, ആ ഓളത്തിൽ ഇങ്ങനെ വളരെ ആവേശത്തോടെ കൂടിയാണ് ഞങ്ങൾ ലോകകപ്പിനെ വരവേൽക്കാൻ വേണ്ടി. ഞങ്ങളുടെ മൂന്നാമത്തെ പരിപാടിയാണ് ഇന്ന്. ആദ്യം ഞങ്ങളൊരു 6000 പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടൊരു വേസ്റ്റ് ആർട്ട് വെച്ചു. ഇന്നലെ 3000 കുട്ടികൾക്ക്, ബാലസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ജേഴ്സിയും ഫുട്ബോളും കൊടുത്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്ലോട്ടുകളും താരങ്ങളുടെ ഭീമൻ രൂപങ്ങളുമൊക്കെയായി നഗരം കീഴടക്കി കാൽപന്ത് പ്രേമികൾ. ലോകമെമ്പാടും നമ്മളൊരു തൂവൽ ഇതിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിന് സന്ദേശം കൊടുക്കുകയാണ്. മലപ്പുറം ഇതിൽ വ്യത്യസ്തമായ ടീമുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഒന്നാണ്. ഈ വിഷയം വരുമ്പോഴല്ല, എപ്പോഴും ഒരു യുണൈറ്റഡ് എന്നുള്ള മെസ്സേജും കൂടി നമ്മൾ ലോകത്തിന് പാസ് ചെയ്യുകയാണ്. സബ് ജൂനിയർ താരങ്ങൾക്കൊപ്പം ISL താരങ്ങളും കളത്തിലിറങ്ങിയതും ആവേശമായി. ഫിഫ കപ്പ് മാതൃകയും ലോകകപ്പ് പന്തും വിളംബര റാലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 24 മലപ്പുറം. കുടുംബശ്രീ പ്രവർത്തകരുടെ കയ്യും മെയ്യും എത്താത്ത ഒരു മേഖലയും ഉണ്ടാകില്ല നമ്മുടെ നാട്ടിൽ. ലോക ഫുട്ബോൾ ഇങ്ങെത്തിയപ്പോൾ ബൂട്ടും ജേഴ്സിയും അണിഞ്ഞ് ഗ്രൗണ്ടിലുമുണ്ടവർ. ഷീ കിക്ക് എന്ന പേരിൽ മലപ്പുറം വണ്ടൂരിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് കളത്തിലിറങ്ങിയത്. വന്നത് പക്ഷേ ബ്രസീലിന്റെ ജേഴ്സിയാണ്. എനിക്ക് ഇഷ്ടമുള്ള ടീമാണ്. ഞാൻ അർജന്റീനയുടെ ടീമാ. എന്റെ താരം മെസ്സിയാണ്. ലോകം ഒരു പന്തിലേക്ക് ചുരുങ്ങാൻ ഒരുങ്ങുന്നു. അതിനു പ്രചാരണം കൊടുക്കാൻ പന്ത് തട്ടുകയാണ് വണ്ടൂരിലെ കുടുംബശ്രീ പ്രവർത്തകർ. 18 മുതൽ 65 വയസ്സ് വരെയുള്ളവർ മത്സരിക്കാനിറങ്ങി. എല്ലാവരും പറയും കുടുംബശ്രീ അടുക്കളയിലാണ്. അപ്പൊ ഞങ്ങള് ഒന്ന് അരങ്ങത്തേക്ക് ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങി കാണുന്ന കളിച്ചാൻ വന്ന ആൾക്കാരാണ്. ഇതൊരു ജയവും തോൽവിയല്ല. ഇതെന്താ വെച്ചാൽ നമുക്കൊരു കുടുംബശ്രീയുടെ അരങ്ങിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ നടത്തിയെന്നുള്ളൂ. അത് ഇനി തലമുറ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊന്ന് ഒരു സൂചന കൊടുത്തു എന്നുള്ളൂ. CDS പ്രസിഡന്റ് M അൻഷിദയുടെ നേതൃത്വത്തിൽ ഹസീന, ഷഹർബാനു, പ്രസീദ, സുബൈദ, രാധ, സാജിദ, ഷാഹിന, അസ്മിന, ഫിനു ഫാത്തിമ എന്നിവർ അർജന്റീനയ്ക്ക് വേണ്ടി. K വിനീത നയിച്ച ബ്രസീൽ ടീമിൽ രജിത, റീന, വിമല, നിഷ, ഷീബ, രുക്മിണി, റഫീഖ, ഷസ്ന, അസ്നത്ത്, സൈറ ബാനു എന്നിവർ ബൂട്ടുകെട്ടി. ആവേശം നിറഞ്ഞ മത്സരത്തിനൊടുവിൽ അർജന്റീനയ്ക്ക് ജയം. ജീവിതത്തെ ആഘോഷമാക്കാൻ പ്രായം തടസ്സമല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു ഈ കുടുംബശ്രീ പ്രവർത്തകർ. 24 മലപ്പുറം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിമിർപ്പിൽ കോഴിക്കോട് കുന്നമംഗലത്തെ കുരിക്കത്തൂർ ഗ്രാമം ഇതിഹാസ താരങ്ങളായിരുന്ന മർഡോണയുടെയും പെലെയുടെയും 8 അടി ഉയരമുള്ള പ്രതിമകളുടെ സെൽഫി പോയിന്റാണ് കാൽപന്ത് പ്രേമികൾ തയ്യാറാക്കുന്നത്. 200 ഇഞ്ച് ബിഗ് സ്ക്രീനും ഫുട്ബോൾ പ്രേമികളായ നാട്ടുകാർ തയ്യാറാക്കുന്നുണ്ട്. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെയും ഫുട്ബോൾ മാന്ത്രികൻ മർഡോണയുടെയും 8 അടി ഉയരമുള്ള പ്രതിമയാണ് സരലയ മ്യൂസിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ പ്രവർത്തകർ നിർമ്മിക്കുന്നത്. പെലെയും മർഡോണയും കളിക്കളത്തിൽ ഉപയോഗിച്ചിരുന്ന ജേഴ്സിയുടെ മാതൃക തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. നിറത്തിലും ആകൃതിയിലും വ്യത്യാസം വരുത്താതെയാണ് ജേഴ്സിയുടെ നിർമ്മാണവും. പാലക്കാട് പട്ടാമ്പി കൊപ്പം സ്വദേശി മഹേഷ് K നാരായണനും കോതച്ചിറ സ്വദേശി രാകേഷുമാണ് ശില്പികൾ. ഞങ്ങളിത് തുടങ്ങിയിട്ട് ഒരു 10 ദിവസമാനായി. നമ്മൾ ശില്പം ചെയ്തിട്ടുള്ളത് തെർമോക്കോൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ശില്പത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മറഡോണേനെ ചെയ്തത് 7.5 അടി,
മറ്റേത് 8 അടി. ചെറിയ ഡിഫറൻസിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാളും 2 ഹൈറ്റാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും ഇഷ്ടതാരങ്ങളുടെ ചിത്രങ്ങളടങ്ങിയ വലിയ ബാനറുകളും ഉയർന്നു കഴിഞ്ഞു. സർല ക്ലബ്ബ് 40 വർഷത്തിന്റെ പാരമ്പര്യമുള്ള അവകാശപ്പെടുന്ന ക്ലബ്ബാണ് സർല ക്ലബ്ബ്. വർഷങ്ങളായി നടന്നിട്ട് ഒരു 3 വർഷമായി തുടർച്ചയായിട്ട് ഇപ്പോൾ ബിഗ് സ്ക്രീൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഘോഷയാത്ര ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫുട്ബോൾ കളി നടക്കുന്ന 40 ദിവസവും സോക്കർ കാർണിവൽ സംഘടിപ്പിക്കാനുള്ള വലിയ പന്തൽ കുരിക്കത്തൂർ അങ്ങാടിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. വിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആകുമ്പോൾ 100ാം വർഷത്തിലേക്ക് കിടക്കുന്ന സർക്കാർ സ്കൂൾ ഇന്നും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. കാസർഗോഡ് മഞ്ചേശ്വരം ഉദ്യാവർത്തോട്ട GMLP സ്കൂളിലാണ് ഈ ദുരവസ്ഥ. സ്കൂളിനോട് ചേർന്ന് അങ്കണവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. 1927 ജനുവരി 1 അന്നാണ് ഉദ്യാവാർ തോട്ട GMLP സ്കൂൾ പ്രവർത്തനം തുടങ്ങുന്നത്. ഓടുമേഞ്ഞ ഹാൾ മാതൃകയിലുള്ള വാടക കെട്ടിടത്തിൽ തട്ടികൾ വെച്ച് തിരിച്ചായിരുന്നു ക്ലാസ് മുറികൾ. 100 വർഷം പിന്നിടുമ്പോഴും ഇന്നും അതിന് മാറ്റമില്ല. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 26 കുട്ടികൾ. 4 ക്ലാസ് മുറികളിലൊന്നിൽ 16 കുട്ടികളുമായി ഉദ്യാവാറിലെ 26ാം നമ്പർ അങ്കണവാടിയും ഇവിടെയുണ്ട്. വിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആകുമ്പോഴാണ് ഈ ദുരവസ്ഥ. ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരു ബെഞ്ച് പോലും ഇല്ല. ഇങ്ങനെ നോക്ക്, അവിടെ അങ്കണവാടി ഉണ്ട്. ആ അങ്കണവാടിയിൽ കുട്ടികൾ നിലത്തിരുന്ന് പഠിക്കുകയാണ്. ഒരു പായ പോലും ഇല്ല, ഒരു ടോയ്സ് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ കുട്ടികൾ അവിടെ തന്നെ മുകളിലേക്ക് സാധനം വെച്ചിട്ടുണ്ട്. അത് താഴെ വീണാൽ കുട്ടികൾ പോയില്ലേ. ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അന്വേഷണം കാര്യങ്ങൾ വരുന്നതിന് മുമ്പ്, അതിന് മുമ്പല്ലേ ഒന്ന് ഇരുന്ന് അതിന് പ്രപ്പോസൽ തയ്യാറാക്കി ഇതിന് ഒരു എങ്ങനെയൊക്കെ ഇതിനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ചിന്ത ബന്ധപ്പെട്ട സർക്കാരിൽ നിന്ന് അടിയന്തരമായി ഉണ്ടായിരിക്കണമെന്നത് നാട്ടുകാരുടെ ആവശ്യമാണ്. നേരത്തെ 200-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാലയമാണ്. സൗകര്യങ്ങൾ പരിമിതമായതോടെ കുട്ടികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. ഞാൻ ഇവിടെ പഠിച്ചായിരുന്നു. നല്ല സ്കൂൾ 10-200 കുട്ടികളുണ്ടായി. ABCD എല്ലാം ഉണ്ടായി. ആട്ടെ അല്ല, കാണുമ്പോൾ ബേജാറാണ്. ഇപ്പോൾ ഈ ടൈമിൽ വീണ് പോകുന്നത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം താൽക്കാലിക ഫിറ്റ്നസ് നൽകിയാണ് സ്കൂൾ പ്രവർത്തിച്ചത്. ഇത്തവണ അതുമില്ല. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിൽ അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ ആകെയുള്ളത് ഒരു ശൗചാലയം മാത്രം, അതും തൊട്ടടുത്ത മദ്രസയുടേത്. സ്കൂളിനും അങ്കണവാടിക്കുമുള്ള വെള്ളമെടുക്കുന്നത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന്. സ്കൂളിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡാണ് ഇവിടുത്തെ കഞ്ഞിപ്പുര. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിക്ക് കീഴിലാണ് ഈ സ്കൂൾ കെട്ടിടം. വാടകക്കായതിനാൽ സർക്കാർ സഹായം പോലും ലഭിക്കുന്നില്ല. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാടൊട്ടുക്കും വിദ്യാലയങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ ഒരു സർക്കാർ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. താൽക്കാലിക ഫിറ്റ്നസ് പോലും ലഭ്യമാകാത്ത കെട്ടിടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവൻ പണയം വെച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇതിനൊരു പരിഹാരം അധികൃതർ കണ്ടേ മതിയാകൂ. ഉദ്യാവാർ 10ാം മൈലിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിനൊപ്പം പ്രദീപ് നാരായണൻ, 24. കോഴിക്കോട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായി ഇരിക്കാൻ ഒരിടം. പ്രകൃതിയുടെ മനോഹര ഭാവങ്ങൾ കൺകുളിർക്ക് കാണാൻ സ്മൃതിവനത്തിലെത്തിയാൽ മതി. കാഴ്ച കാണാം. അയ്യോ, എവിടെയാണ് പോകുന്നത് എന്ന് പറയാൻ മറന്നുപോയി. കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എവിടെയാണ് ആ സ്ഥലമെന്ന് പ്രേക്ഷകർക്ക് അറിയണ്ടേ? പോവാം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കോഴിക്കോടിൻ്റെ തന്നെ നഗരഹൃദയത്തുള്ള എവരത്ത് കുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ എവരത്ത് കുന്ന് എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് അടക്കം കാണാം. ചുറ്റും മലകളും നഗര പ്രദേശങ്ങളൊക്കെ തന്നെയും ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. വിശ്വപൗരനായ VK കൃഷ്ണമേനോന്റെ പേരിലാണ് ഇവിടെ ഒരു പാർക്കുള്ളത്. ഇതൊരു സ്മൃതി വനമാണ്. വിശ്വപൗരൻ VK കൃഷ്ണമേനോന്റെ പേരിലുള്ള സ്മൃതിവനമാണ് കോഴിക്കോട് നിന്നും 4 കിലോമീറ്റർ ദൂരത്തിൽ എരവത്തുകുന്നിൽ സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ സഞ്ചാരികൾ ശാന്തമായിരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. വളരെ നല്ല സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാനും
വൈകിട്ട് വന്നിരിക്കാനും എല്ലാവർക്കും നല്ല ഒരു സ്ഥലമാണിത്. തണുത്ത കാലാവസ്ഥയും കോടമഞ്ഞും വിദൂര കാഴ്ചകളെല്ലാം ഇവിടെ എത്തുന്നവർക്ക് പ്രിയപ്പെട്ടതാകുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന പാർക്കും ഇവിടെയുണ്ട്. കളിക്കാനൊക്കെ അടിപൊളിയാണ് ഇവിടെ. പിന്നെ ജിമ്മ് പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ എത്തുന്നവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികളെ എത്തിക്കാനുള്ള നടപടിയൊന്നും ടൂറിസം വകുപ്പോ കോഴിക്കോട് കോർപ്പറേഷനോ ചെയ്തിട്ടില്ല. കോഴിക്കോട് നഗരഹൃദയത്തിലെ തിരക്കുകൾക്കിടയിൽ അല്പനേരം വിശ്രമിക്കാനും വളരെ സമാധാനത്തോടെ ഇരിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മല. പക്ഷേ ഇവിടെ ഒരുപാട് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. ആളുകളെ ആകർഷിക്കാൻ വേണ്ട പദ്ധതികളൊക്കെ വേണമെന്നാണ് നാട്ടുകാരും പറയുന്നത്. അനൂപ് പാലയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാട്ടാന ശല്യത്തിന് അറുതിയില്ല. കോതമംഗലത്തിന് സമീപം മുട്ടത്തപ്പാറ മേഖലയിൽ ഒരാഴ്ചക്കിടെ 3ാം തവണയാണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത്. വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് പാണിയേലി ഇക്കോ ടൂറിസം കേന്ദ്രം നാട്ടുകാർ ഉപരോധിച്ചു. കോതമംഗലത്തെ വടാട്ടുപാറ, കോട്ടപ്പടി, വാവേലി, വടക്കം ഭാഗം, മുപ്പതടം, പെരുമ്പാവൂരിലെ വീങ്ങൂർ, കുറുബാനപ്പാറ, പാണിയേലി, വിട്ടിമോളം, പാണങ്കുഴി. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ പ്രദേശങ്ങളിലുള്ളവർ സ്വസ്ഥമായി ഒന്നുറങ്ങിയിട്ട്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധമാണ് കാട്ടാനശല്യം. 5 കൊല്ലം മുമ്പ് വരെ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നു. ഇപ്പോൾ നിത്യേന എന്നോണമാണ്. ഇന്നലെ 30 പ്രിൻസിന്റെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനക്കൂട്ടം വീടൊഴിച്ച് ബാക്കിയെല്ലാം തകർത്തു. കാടിറങ്ങാൻ സ്ഥാപിച്ച സോളാർ വേലിയടക്കം. പ്രദേശത്ത് സ്ഥിരമായിട്ട് രാവും പകലും കാട്ടാനശല്യം രൂക്ഷമാണ്. ഇതിനെ പറ്റിയിട്ട് ഒന്ന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്ഥലം സന്ദർശിക്കാനോ പ്രാദേശിക നേതാക്കൾ പോലും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പെരുമ്പാവൂർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കാട്ടാനാക്രമണത്തിൽ കാലൊടിഞ്ഞ ശിവൻ ഇപ്പോഴും ആശുപത്രി വിട്ടിട്ടില്ല. പെരിയാർ കടന്നെത്തുന്ന വന്യമൃഗങ്ങളെ തിരികെ കാട് കയറ്റാൻ വനപാലകർക്കാകുന്നില്ല. ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് പാണിയേലി ഇക്കോ ടൂറിസം സെന്റർ പ്രദേശവാസികൾ ഉപരോധിച്ചു. വിനോദസഞ്ചാരികളെ തടഞ്ഞതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമായി. ഇന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി സന്ദർശനം നടത്തുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിയുമെന്നാണ് മലയോര മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ. അല്ലാത്തപക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. 24 കൊച്ചി. നിസ്വാർത്ഥമായ സാമൂഹിക സേവനത്തിലൂടെ മാതൃകയാവുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവിലെ ഇസ്മായിൽ ഹാജി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത് മുതൽ കാരുണ്യ സേവന രംഗങ്ങളിൽ സജീവമാണ് ഇസ്മായിൽ ഹാജി. ഇപ്പോഴത്തെ പ്രധാന ചുമതല സ്കൂളിന് മുന്നിലെ ഗതാഗത നിയന്ത്രണമാണ്. LKG മുതൽ +2 വരെ 1000-ലേറെ കുട്ടികൾ പഠിക്കുന്ന കൈക്കോട്ടുകടവ് സ്കൂളിന് മുന്നിൽ രാവിലെയും വൈകുന്നേരവും കർമ്മനിരതനായി ഇസ്മായിൽ ഹാജിയെ കാണാം. സ്കൂൾ സമയത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇദ്ദേഹം സന്നദ്ധ സേവനത്തിന് ഇറങ്ങിയത്. വാഹനങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധാപൂർവ്വം റോഡ് മുറിച്ച് കടത്താനും വൈകിപ്പോകുന്ന കുട്ടികൾക്ക് കൂട്ടായി കാവൽ നിൽക്കാനും ഇസ്മായിൽ ഹാജി മുന്നിലുണ്ട്. ഞാൻ ഗൾഫിൽ മതിയാക്കി വന്നതിന് ശേഷം എൻ്റെ ആദ്യം കുടിവെള്ളം കൊടുക്കും. കുടിവെള്ളം കൊടുത്തതിൻ്റെ ശേഷം ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങും. ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അത് നല്ല ഒരു പ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനം, നാടിന് വേണ്ടിയിട്ട്, സ്ഥാപനത്തിന് വേണ്ടി ഞാൻ എപ്പം ചെയ്യും. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. തൻ്റെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ പിന്നെ ഒട്ടും ആലോചിച്ച് സമയം കളയാൻ ഇസ്മായിൽ ഹാജി തയ്യാറല്ല. 9 വർഷമായി നാട്ടിൽ സൗജന്യ കുടിവെള്ള വിതരണം നടത്താനും സ്കൂളിന് മുന്നിലെ ട്രാഫിക് നിയന്ത്രണം സ്വന്തം ചുമതലയായി ഏറ്റെടുക്കാനുമെല്ലാം ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഈ വേറിട്ട സമീപനമാണ്. ആത്മാർത്ഥമായ ഈ സേവനത്തിൽ വിദ്യാലയ അധികൃതരും രക്ഷിതാക്കളും ഒരേപോലെ സന്തുഷ്ടരാണ്. 24 കാസർഗോഡ്. അമർദീപ് ഐകെയറിന്റെ സിൽവർ ജൂബിലി ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. കൊല്ലം ലീല റാവസ് അഷ്ടമുടിയിൽ നടന്ന പരിപാടിയിൽ വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്നുള്ള വിശിഷ്ടാതിഥികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. വിപുലമായ പരിപാടികളോടെയാണ് അമർദീപ് ഐകെയറിന്റെ സിൽവർ ജൂബിലി ആഘോഷം കൊല്ലത്ത് നടന്നത്. ആശുപത്രിയുടെ 25 വർഷത്തെ സേവനയാത്രയും ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും ചടങ്ങിൽ അനുസ്മരിച്ചു. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. കേരള യൂണിവേഴ്സിറ്റിയുടെയും
ആരോഗ്യ സർവകലാശാലയുടെയും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കൊല്ലം മേയർ AK ഹഫീസ്, മുൻ MLA M നൌഷാദ്, ഡയറക്ടർ ഓഫ് ജ്യോതിർഗമയ മിസ് ടിഫാനി ബ്രാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മികവാർന്ന ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. കേരള ആരോഗ്യ സർവകലാശാല ആ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികവാർന്ന നിലയിൽ തുടരുന്നു എന്ന് എനിക്ക് വളരെ ധൈര്യത്തോടുകൂടി പറയാൻ കഴിയും. നമ്മളൊരു ബ്രാൻഡ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി അമർദീപ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിർവഹിച്ചു. ഗവേഷണത്തിനും അക്കാദമിക് മികവിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആശുപത്രിയുടെ പുതിയ സംരംഭമായാണ് ഫൗണ്ടേഷനെ അവതരിപ്പിച്ചത്. കാഴ്ചാപരിമിതരുടെയും പൊതുസമൂഹത്തിന്റെയും ക്ഷേമത്തിനായി ആരോഗ്യരംഗത്ത് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമായി. ആശുപത്രിയുടെ വളർച്ചയ്ക്കായി സമഗ്ര സംഭാവനകൾ നൽകിയവരെ അനുസ്മരിച്ചു. മുൻകാല പ്രവർത്തകരെ ആദരിച്ചു. ചടങ്ങിൽ ആശുപത്രി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ B ജയപ്രസാദ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റാണി ബാലമുരളി, ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, ജീവനക്കാർ, സാമൂഹിക പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊല്ലം. ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ചു നൽകിയ 6ാം ക്ലാസ്സുകാരൻ. കോട്ടയം കവളാറ്റിൻകര ABM ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥി ഭഗവത് കൃഷ്ണയാണ് സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായി മാറിയത്. ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ഭഗവത് ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം മുടി നീട്ടി വളർത്തി വന്ന വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ അധ്യാപകരിൽ ചിലർ വഴക്കു പറഞ്ഞു. മുടി വെട്ടിവരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവത് തന്റെ മനസ്സിലെ ആഗ്രഹം വെളിപ്പെടുത്തിയത്. ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് മുടി വളർത്തുന്നത് എന്ന് പറഞ്ഞതോടെ അധ്യാപകരും പിന്തുണ നൽകി. അങ്ങനെ കഴിഞ്ഞ ദിവസം അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. കഴിഞ്ഞ വർഷം ഞാനിവിടെ HM ആയിട്ട് ചാർജ് എടുക്കുമ്പോഴാണ് മുടി വളർത്തിയ കുട്ടിയെ കണ്ട് ഞാൻ അവനെ വിളിച്ച് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. അന്നേരമാണ് അവനോട് പറയുന്നത്, ഞാനിങ്ങനെ ക്യാൻസർ പേഷ്യൻറ്റിന് മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അവനെ അഭിനന്ദിച്ചു. മുത്തച്ഛന് ക്യാൻസർ വന്നത് ഭഗവതിന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരുന്നില്ല. അതിൽ നിന്നുമാണ് ഇങ്ങനെയൊരു ആശയം ഈ കുഞ്ഞു മനസ്സിലുണ്ടായത്. വെല്ലിച്ചൻ ഈ അസുഖം വന്നു പറഞ്ഞ വെല്ലിച്ചൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പൊളിയാൻ തുടങ്ങി. ഇപ്പം വെല്ലിച്ചനിപ്പം മരിച്ചുപോയി. ഇപ്പം എനിക്കൊരാഗ്രഹം, ഈ ക്യാൻസർ പേഷ്യത്തിന് എൻ്റെ മുടി വളർത്തി കൊടുക്കാമെന്നൊരാഗ്രഹം വന്നു. മനോജ് സാർ പുതിയതായിട്ട് വന്നപ്പം മനോജ് സാറിനോട് കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ മനോജ് സാർ എന്നോട് സപ്പോർട്ടും ബാക്കി ടീച്ചേഴ്സെല്ലാം സപ്പോർട്ട് ചെയ്തു. ആ, നല്ല സന്തോഷമുണ്ട്. ഭഗവതിന് പിന്തുണ നൽകാൻ അച്ഛനും അമ്മയും ഒപ്പമുണ്ട്. നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നന്ദി ഇവിടുത്തെ സാറിനോടും ടീച്ചേഴ്സിനോടും ഒരുപാട് നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ജൂൺ 1 ക്ലാസ് തുറന്നപ്പോഴാണ് ഭഗവത് മുടി മുറിച്ചത്. തൃശ്ശൂരിലുള്ള ഒരു ക്യാൻസർ രോഗിക്കാണ് മുടി നൽകിയിരിക്കുന്നത്. 24 കോട്ടയം. 45 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അങ്കണവാടി ഹെൽപ്പർക്ക് ഗംഭീര യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ജനപ്രതിനിധികളും. പത്തനംതിട്ട കൂടൽ അങ്കണവാടിയിലെ കൊച്ചു ടീച്ചർ എന്നറിയപ്പെടുന്ന ഹെൽപ്പർ സുകുമാരിയമ്മയ്ക്കായിരുന്നു വൈകാരികമായ യാത്രയയപ്പ്. അങ്കണവാടി കെട്ടിടങ്ങൾ പലത് മാറി, അധ്യാപകരും മാറി മാറി വന്നു. പക്ഷേ കൊച്ചു ടീച്ചർ എന്ന സുകുമാരിയമ്മ അവിടെ തന്നെ തുടർന്നു. 4 പതിറ്റാണ്ടിലേറെ അങ്കണവാടി സുകുമാരിയമ്മയ്ക്ക് ജീവവായുവായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം കൊച്ചു ടീച്ചർ അങ്കണവാടിയുടെ പടിയിറങ്ങി. 18-ാം വയസ്സിലായിരുന്നു സുകുമാരിയമ്മ അങ്കണവാടിയിൽ ജോലിക്കെത്തിയത്. 4 വയസ്സുകാരൻ മകൻ കുളത്തിൽ വീണ് മരിച്ച ശേഷം അങ്കണവാടിയിലെ കുഞ്ഞുങ്ങളായിരുന്നു കൊച്ചു ടീച്ചറിന്റെ ലോകം. എല്ലാവരും പഠിപ്പിച്ചവരൊക്കെ എല്ലാം ജോലിക്കാരും നല്ലതായിട്ടൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും കാണുന്ന ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ഒരു ചിരി പാസ്സാക്കി ഞാൻ എനിക്ക് ഭയങ്കര എന്താ പറയാനാണ്. 1000-ലധികം കുഞ്ഞുങ്ങൾ അങ്കണവാടിയിൽ നിന്ന് പഠിച്ചിറങ്ങി. പലർക്കും മക്കളും കൊച്ചുമക്കളുമൊക്കെയായി. അവരെല്ലാം ഇടയ്ക്ക് കൊച്ചു ടീച്ചറെ കാണാനെത്തും. സുകുമാരിയമ്മയുടെ യാത്രയയപ്പിനും അവരെല്ലാവരും എത്തി. ജനകീയവേദി കൂട്ടായ്മ പൊതുസമ്മേളനം നടത്തി കൊച്ചു ടീച്ചറെ അങ്കണവാടിയിൽ നിന്ന് യാത്രയാക്കി. ഒപ്പം മൊബൈൽ ഫോണും 1.5 ലക്ഷം രൂപയും സമ്മാനമായും നൽകി.
യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കോന്തി MLA ജനീഷ് കുമാറും എത്തി. 24 പത്തനംതിട്ട. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുകയാണ്.